ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. ഇയ്യോബ് 2:9. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? അമ്മ സ്തോത്രം. ഇതിനോട് വളരെ സാമ്യമുള്ളൊരു വചനമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം 42-ാം സങ്കീർത്തനത്തിൽ നിന്റെ ദൈവം എവിടെ? അമ്മ സ്തോത്രം എന്നൊരു വചനം നമുക്കവിടെ കാണാം അല്ലേ. നിന്റെ ദൈവം എവിടെ എന്നവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് രാവും പകലും എൻ്റെ കണ്ണുനീർ എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എന്ന് 42-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്നവരാണ്, പലപ്പോഴും അല്ലേ. ക്രിസ്തുവിനെ നമ്മൾ വളരെ രീതിയിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ നമ്മൾ മുറുകെ പിടിക്കുന്ന അവസ്ഥകളിൽ പലപ്പോഴും അതിൻ്റെ ഇടയിൽ പല പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അമ്മ സ്തോത്രം പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിക്കുവാണോ? അമ്മ സ്തോത്രം. അല്ലെങ്കിൽ അനേകർ നമ്മളോട് ചോദിക്കാം, നിൻ്റെ ദൈവം എവിടെയെന്ന്. അമ്മ സ്തോത്രം. ഇവിടെ നമ്മൾ ഈ വായിച്ച വചനം നമുക്കറിയാം, ഇയ്യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ നീതിമാനായിരുന്നു അല്ലേ, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. ഹല്ലേലൂയ. ഒരു യഹോവ ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ തനിക്ക് ദൈവം തന്നതെല്ലാം ദൈവം തിരികെ എടുത്തപ്പോഴും അമ്മ സ്തോത്ര തൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ച വളരെ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്ന സമയത്ത് ഹല്ലേലൂയ തനിക്ക് താങ്ങായും തുണയായും കൊടുത്ത അമ്മ സ്തോത്ര തന്നോടൊപ്പം ഒരു കഷ്ടതയിൽ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ സ്വന്തം ഭാര്യ പോലും അമ്മ സ്തോത്രം ഇയ്യോബിനോട് ഇപ്രകാരം ചോദിക്കുവാനിടയായി തീർന്നു, ഇനിയും നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നുവോ? അമ്മ സ്തോത്രം. ഇതേ സാഹചര്യത്തിൽ പലപ്പോഴും നമ്മളും നമ്മുടെ കൂടെ ഉള്ളവരും പലപ്പോഴും നമ്മളോടുകൂടെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പലരുടെ വായിലൂടെയും ശത്രുവാവൻ പലപ്പോഴും ഈ വക അമ്മ സ്തോത്ര ഈ വക ചോദ്യങ്ങൾ പലപ്പോഴും നമ്മളോട് ചോദിക്കാറില്ലേ? അമ്മ സ്തോത്രം. ഇനിയും നീ നിന്റെ ഭക്തി എന്ത് ചെയ്യുക മുറുകെ പിടിച്ചിരിക്കുന്നുവോ? ഹല്ലേലൂയ. അതേപോലെ നമുക്കറിയാം, ഹന്ന ദൈവസന്നിധി പലപ്പോഴും തനിക്കൊരു തലമുറ ഇല്ലാത്ത സാഹചര്യത്തിൽ തനിക്കൊരു തലമുറ അല്ലെങ്കിൽ തനിക്കൊരു കുഞ്ഞ് താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആമേ സ്തോത്രം തനിക്കൊരു കുഞ്ഞ് ആമേ സ്തോത്രം ആവശ്യം അല്ലെങ്കിൽ കുഞ്ഞില്ലാത്തൊരവസ്ഥ ജീവിതത്തിൽ വന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ വീടിനുള്ളിൽ പലപ്പോഴും കുത്തുവാക്കുകളും കേട്ട് പലപ്പോഴും അവളോട് ചോദിച്ചിട്ടുണ്ടാകാം, നിൻ്റെ ദൈവം എവിടെ അല്ലേ? അമ്മ സ്തോത്ര. പലപ്പോഴും അവിടെ ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ടാകാം, ഞാൻ ഇങ്ങനെ ദൈവത്തെ ആശ്രയിച്ചിട്ടും ഈ ഭക്തി മുറുകെ പിടിച്ചിരുന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഇതാണല്ലോ കഷ്ടത. ഹല്ലേലൂയ. അമ്മ സ്തോത്ര. അപ്പം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ഭക്തി വർദ്ധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഭക്തി അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭക്തിയെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ പലപ്പോഴും കണ്ണുനീരായിരിക്കാം നമ്മുടെ ഫലം. പല രീതിയിൽ നമ്മൾ കണ്ണുനീര് കുടിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ കണ്ണുനീരിനെ ഹല്ലേലൂയ കാണുന്നവനുമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അമ്മ സ്തോത്ര. കണ്ണുനീര് തുടച്ചു തരികയും കണ്ണുനീരിനെ കാണുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കറിയാം, ഹന്നാൻ്റെ ജീവിതത്തിൽ ഹന്നേനെ ദൈവം എന്ത് ചെയ്തു? ഹന്നയുടെ കണ്ണുനീര് തുടയ്ക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ കണ്ണുനീര് ദൈവം അവിടെ കണ്ട് അവർക്ക് ഉത്തരം അരുളുവാനിടയായി തീർന്നു. ഈ യോബിൻ്റെ അവസാനത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവം അവൻ ഈ നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായി കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് ഹല്ലേലൂയ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ഭക്തിയെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ വരുന്ന ചില ഭാരങ്ങൾ അല്ലെങ്കിൽ വരുന്ന ചില കഷ്ടതകളുടെ നടുവിൽ ഒരിക്കലും നീ സംശയിക്കേണ്ട, ഞാൻ ഈ ഭക്തി മുറുകെ പിടിച്ചിട്ട് എനിക്ക് ഒന്നും ലഭിക്കുകയില്ല എന്ന്. ആമേ സ്തോത്രം. അങ്ങനെയുള്ള സംശയമായി ദുഷ്ടനാവൻ കൊണ്ടുവരുമ്പോൾ അതിനെ എന്ത് ചെയ്യുക? നമ്മൾ അപ്പോൾ തന്നെ ശാസിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വെച്ച് അല്ലെങ്കിൽ അഭിഷേകം പറഞ്ഞ് അതിനെ ശാസിച്ച് എന്ത് ചെയ്യുക? മുമ്പോട്ടേക്ക് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും നമുക്കൊരു സദൃശവാക്യത്തിൽ പ്രകാരം ഒരു വചനമുണ്ടല്ലോ, എന്താണ്? കഷ്ടകാലത്ത് നീ കുഴിഞ്ഞു പോയാൽ നിൻ്റെ ബലം എന്താണ്? നഷ്ടം തന്നെയാണ്. അപ്പോൾ ഈ കഷ്ടത വരുന്നത് നമ്മളെ ഉറപ്പിക്കാനാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭക്തിയെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനാണ്. നമുക്കറിയാം, ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പുറകോട്ടൊന്ന് നമ്മുടെ കഷ്ടതകളെ ഓർത്തു കൊണ്ട് എത്രയോ കഷ്ടങ്ങൾ നമ്മൾ നേരിട്ടവരാണ് അല്ലേ? അമ്മ സ്തോത്രം. പലരും ദൈവത്തെ അറിയാത്തവർ അനേകർ ഈ കഷ്ടതയിൽ തളർന്നു പോയ സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതുണ്ട്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഇന്നും ഇവിടെ ഉള്ളത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നും അതിനെ അതിജീവിക്കുന്നത്?
അതിജീവിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് അത് ദൈവത്തിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിയും ഒരു നീതിമാനായ അല്ലെങ്കിൽ ഒരു യഹോവ ഭക്തൻ്റെയും ജീവിതത്തിൽ ആമേൻ പ്രതികൂലങ്ങൾ രണ്ടും ഒരുപോലെ ആയിരിക്കാം. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് രണ്ടും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കത് ശ്രദ്ധിച്ചാൽ വളരെയധികം ആമേൻ നമുക്കറിയാവുന്ന ഒന്നാണ്. നമുക്കറിയാം, ഉദാഹരണമായിട്ട് തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം നമുക്ക് ഇപ്രകാരം കാണാം, പാറമേൽ അടിസ്ഥാനം ഇട്ടതും മണ്ണിൻ മുകളിൽ പണിത വീട്, ഈ രണ്ടും നമുക്കവിടെ ദൈവം വളരെ അധികം എക്സാമ്പിളായിട്ട് അവിടെ നമുക്ക് തന്നിരിക്കുകയാണ്. രണ്ട് ഇതിലും, അതായത് രണ്ട് വീട്ടിലും അടിച്ചത് സെയിം പ്രോബ്ലമാണ്, സെയിം ആയിട്ടുള്ള കഷ്ടതയാണ് അല്ലേ. എങ്കിൽ അതിൽ വന്ന ആ ഒരു കാറ്റും ആ കൊടുങ്കാറ്റും ആഞ്ഞടിച്ചപ്പോഴും ഹല്ലേലൂയ രണ്ട് ഇടത്തു നിന്നും അല്ലെങ്കിൽ പാറമേൽ വീട് പണിത മനുഷ്യനിലും അല്ലെങ്കിൽ മണ്ണിന്മേൽ വീട് പണിത രണ്ടിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വ്യത്യാസമാണ്. അവിടെ നമുക്ക് കാണാം, റിസൾട്ട് വ്യത്യാസമാണ്. ഇതുപോലെ തന്നെയാണ് ദൈവത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്കറിയാം, യോബ് 4:6 എൻ്റെ ഭക്തി എൻ്റെ ആശ്രയമാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഭക്തിയാണ് ദൈവത്തോടുള്ള ആശ്രയം. അപ്പോൾ ഈ ഭക്തി പലപ്പോഴും നമ്മൾ മുറുകെ പിടിക്കുന്ന സാഹചര്യങ്ങളിൽ പലയിടങ്ങളിൽ നമുക്ക് എതിർപ്പുകൾ ഉണ്ടാവാം, പലയിടങ്ങളിലും ശത്രുവാവെ നമ്മളെ തള്ളിയിടുവാൻ നോക്കിയേക്കാം. എങ്കിലും അതിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കുന്നവനാണ് ദൈവത്തിൻ്റെ മഹത്വം കാണുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ഇയ്യോബ് അനവധി കഷ്ടങ്ങൾ വന്നു, മനപീഡകൾ വന്നു, ശരീരത്തിൽ അസ്വസ്ഥതകൾ വന്നു, പല രീതിയിൽ അവൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോഴും അതിൻ്റെ നടുവിലും ഇയ്യോബ് എന്ത് ചെയ്തു? അവൻ്റെ ആ ഭക്തി എന്ത് ചെയ്തു? മുറുകെ പിടിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളെ ദൈവത്തെ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ ഭക്തി കാരണം നിൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളുടെ നടുവിൽ നിൻ്റെ ഭക്തി കണ്ടിട്ട് പലരും നിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച സാഹചര്യങ്ങൾ ഹല്ലേലൂയ, അങ്ങനെ പല എക്സ്പീരിയൻസും ഹല്ലേലൂയ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്കുണ്ടാകാം. എങ്കിൽ അതിൻ്റെ നടുവിൽ വിശ്വസ്തയോടുകൂടെ നീ മുമ്പോട്ട് പോവുക. ഹല്ലേലൂയ. നിൽക്കുന്നിടം ഞാൻ നശിച്ചുപോയി, അല്ലെങ്കിൽ എനിക്ക് ഇവിടം കൊണ്ട് എൻ്റെ ജീവിതം തീർന്നു, ഈ കഷ്ടത എന്നെ മുക്കിക്കളയുമെന്ന് പലപ്പോഴും കുടുംബത്തിനകത്ത് തന്നെ നിൻ്റെ ദൈവം എവിടെ ഹല്ലേലൂയ, നീ ഇത്രയ്ക്ക് ആശ്രയിച്ചുകൊണ്ട് നീ ഇത്രയ്ക്ക് ദൈവസന്നിധി നീ എന്തൊക്കെ ചെയ്തു ദൈവവേലയ്ക്ക് നീ എന്തൊക്കെ കൊടുത്തു, എന്നിട്ടും നിനക്ക് ഈ ഒരു ഗതിയാണല്ലോ, നിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ലല്ലോ. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളുമായി ദുഷ്ടനായവൻ നമ്മുടെ ഹൃദയങ്ങളെ കാർന്ന് തിന്നുന്ന സമയങ്ങളിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അതിനെ ശാസിച്ചുകൊണ്ട് നീ മുമ്പോട്ട് പോകുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ഈ നാളുകളിൽ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തന്നെ ഇടയായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്ത് എന്ന് പൽക്കാൽ ഹല്ലേലൂയ, നീ ഭാരപ്പെടുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, നിന്റെ ഹൃദയത്തെ അകട്ടുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, എത്ര പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാത്ത വിഷയങ്ങളാണോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ ആശ്രയം വെച്ചിട്ടും നീ പല രീതിയിലും വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ, എങ്കിൽ പരിശുദ്ധാത്മാവിന് നിന്നോട് പറയാനുള്ളത് ആ ഭക്തിയില്ല, നിൻ്റെ ഭക്തിയാണ് നിൻ്റെ ആശ്രയം. അതിന് മുറുകെ തന്നെ പിടിച്ചുകൊള്ളുക. നിൻ്റെ ദൈവം എവിടെയെന്ന് നിന്നോട് ചോദിക്കുന്നവർക്ക് ഹല്ലേലൂയ അവർക്ക് കൊടുക്കുവാൻ ഉത്തരം ദൈവം തന്നെ നിനക്ക് നൽകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഹന്നയുടെ ജീവിതത്തിൽ അവസാനം ദൈവം എന്ത് ചെയ്തു? അവിടെ കണ്ണുനീര് തുടയ്ക്കുകയും അവർക്കൊരു തലമുറയെ കൊടുക്കുവാൻ ഇടയായി. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനെ തന്നെ എന്ത് ചെയ്തു? ശൗമേൽ പ്രവാചകനെ തന്നെ ലഭിക്കുവാൻ ഇടയായി തോന്നുന്നത് പോലെ ചില വാഗ്ദത്തങ്ങളെ നമ്മളുടെ സമയം അടുക്കുമ്പോൾ, ചില വാഗ്ദത്തങ്ങളെ നമ്മൾ കൈവശമാക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ കൈവശമാകാൻ ദൈവം ഒരുക്കുമ്പോഴേക്ക് ചില ശത്രുവാവൻ അതിനെ തകർക്കുവാൻ ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നമ്മളെ താഴെ ഇടുവാൻ പല രീതിയിലും പലരാലും പല രൂപത്തിലും പല ഭാവത്തിലും ശത്രുവാവൻ അടുക്കൽ വരാം. എങ്കിൽ പല ചോദ്യങ്ങൾ കൊണ്ടുവരിക, അവിശ്വാസത്തിൻ്റെ ചോദ്യങ്ങൾ ഹൃദയത്തിൽ കൊണ്ടുവരാം. അവിശ്വാസത്തെ ഹല്ലേലൂയ, ഇത് നമ്മളെ ഒരിക്കലും ജീവൻ തരുന്ന ഒന്നല്ല. ഈ അവിശ്വാസത്തെ എന്ത് ചെയ്യുക? ശാസിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നീ നോക്കുക. നിൻ്റെ പ്രത്യാശയ്ക്ക് ഒരു നാളും ഭംഗം വരികയില്ല. യഹോവയെ ആരൊക്കെ നോക്കിയോ കർത്താവിൻ്റെ മുഖത്തേക്ക് ആരെല്ലാം നോക്കിയോ
അവരൊന്നും ഇന്ന് വരെ ലജ്ജിച്ചു പോയൊരു ചരിത്രം ഹല്ലേലൂയ നമുക്കില്ല ദൈവമക്കളെ. എന്നും പറഞ്ഞ് കഷ്ടതയില്ല എന്നല്ല, ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എങ്കിൽ അതിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവവും ഉണ്ടെന്ന് നമുക്ക് സ്തോത്രം ഹല്ലേലൂയ ധൈര്യത്തോടെ പറയുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ നിൻ്റെ ഭക്തിയെ തന്നെ നീ മുറുകെ പിടിച്ചു കൊള്ളുക. ദൈവത്തോടുള്ള ഭക്തി അത് ദൈവത്തോടുള്ള സ്നേഹമാണ്. ദൈവത്തോടുള്ള ഭക്തി എന്ന് പറഞ്ഞ് എന്താണ്? പാപത്തിൽ നിന്നുള്ള പാപത്തിൽ നിന്ന് വേർതിട്ട് നിൽക്കും. അതാണ് ദൈവത്തോടുള്ള ഭക്തി. സ്തോത്ര. ദൈവത്തോടുള്ള ഭക്തി എന്ന് പറയുന്നത് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, യഹോവയെ സേവിക്കുക, കിട്ടുന്ന സമയങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുക. അതാണ് യഹോവയോടുള്ള ഭക്തി. സ്തോത്ര. അതുകൊണ്ട് ദൈവത്തോടുള്ള ഭക്തിയെ നീ എന്ത് ചെയ്യുക? മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനങ്ങൾ കൊടുത്തോ. യഹോവയുടെ വചനത്തെ, യഹോവയുടെ നാമത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ പ്രത്യാശയ്ക്ക് ഒരു നാളും ഭംഗം വരികയില്ല. സ്തോത്ര. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ജീവിതത്തിൽ ഹൃദയത്തിനുള്ളിൽ ശത്രു പലപ്പോഴും പല ചോദ്യങ്ങളും, ചില അവിശ്വാസത്തിൻ്റെ ചോദ്യങ്ങൾ കൊണ്ടിടുമ്പോൾ അവിടെ നീ തളർന്നു പോകരുത്. ഹല്ലേലൂയ. നിന്റെ ബലത്തെ ക്ഷയിപ്പിക്കുവാനാണ്. ഹല്ലേലൂയ. ആ കഷ്ടതയിൽ നിന്റെ ബലത്തെ ഒന്നും കൂടെ ക്ഷയിപ്പിക്കുക മാത്രമേ ഉള്ളൂ ഈ അവിശ്വാസം അല്ലെങ്കിൽ ഈ പിറുപിറുപ്പിന് നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥാനം. എങ്കിൽ ഈ രണ്ട് കാര്യങ്ങളെ, ഈ അവിശ്വാസത്തെയും പിറുപിറുപ്പിനെ സ്തോത്ര, നിന്റെ അതരങ്ങൾ തുറന്ന് ദൈവം തന്ന അധികാരത്തിനൊത്തവണ്ണം സ്തോത്ര അതിനെ ശാസിച്ചുകൊണ്ട് നീ മുമ്പോട്ടേക്ക് പോവുക. ഹല്ലേലൂയ. സ്തോത്ര. കർത്താവായ യഹോവ തന്നെ നിനക്ക് ഉപദേശിച്ച്, നിനക്ക് ദൃഷ്ടിവെച്ച്, നിനക്ക് ആലോചന പറഞ്ഞു തരുവാനിടയായി തീരും ദൈവമക്കളെ. ആകിയാൽ ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു.